സുരേഷ്, നമുക്ക് എല്ലാ പാമ്പുകളും കടിച്ചാൽ വിഷവും മരണമൊന്നും സംഭവിക്കും. വളരെ ചുരുക്കം പാമ്പുകൾക്കല്ല. അതിനെ തിരിച്ചറിയാനും അതിനെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനം. അത് നല്ലൊരു ചോദ്യമാണ്. ഇതൊക്കെ പാഠപുസ്തകത്തിൽ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. വേണമെന്ന് ബിഗ് 4 കാറ്റഗറി. ഇന്ന പാമ്പ് കോബ്ര സിംറ്റംസ് ഇങ്ങനെ കടിച്ചാൽ ഇങ്ങനെ ഇരിക്കും, കടിച്ചാൽ അവിടെ നീര് വെക്കുന്നു, അല്ലെങ്കിൽ അവിടെ ബ്ലഡ് കട്ടിയാവുന്നു. അപ്പോൾ അണലി കടിച്ചു, നീളമുള്ള മുറിവായിരിക്കും, അവിടെ നീര് വെക്കുന്നു, അവിടെ ബ്ലഡ്, ആ മുറിവിൽ കൂടി ബ്ലഡ് ലൂസായിട്ട് വരുന്നു, ഇത് അണലിയാണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിൽക്കും. ബാക്കിയുള്ള നമ്മൾ ആവശ്യമില്ലാത്ത കുറേ സാധ്യങ്ങൾ കാരണം സാറിന് അതിന് ഉപേക്ഷിച്ചതിന് ശേഷം ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും. നമുക്ക് നാളെ നമ്മൾ ഭൂമിയിൽ ജീവിക്കണം, നമ്മുടെ തലമുറ നമുക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ ഇപ്പം ബിഗ് 4 കാറ്റഗറി ഇപ്പോൾ പലരും പറയുന്നത് ബിഗ് 4 കാറ്റഗറി എന്ന് രാജവെമ്പാല, മൂർഖൻ, അണലി, ശംഖുവരൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥ ബിഗ് 4 കാറ്റഗറിയിൽ ഇന്ന് നമുക്ക് അണലി, മൂർഖൻ, ശംഖുവരൻ, ഹംബിനോസർ പിറ്റുവൈപ്പർ എന്നറിയപ്പെടുന്ന മുഴമുഖൻ എന്നറിയപ്പെടുന്ന ചുരുട്ടയാണ്. പക്ഷേ ചുരുട്ട മണ്ടലിയുടെ കടിയേറ്റ് മരണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ 2024-25 4 പേര് മരിച്ചു കേരളത്തിൽ. 4 പേര് മരിച്ചു. ഇത് കടിച്ച സാധനം നാടൻ ചികിത്സാ രീതിയിൽ എന്താ പറയുക, വൈദ്യന്മാർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അതിലിപ്പോൾ മരണപ്പെടുന്നു. എന്താ കാരണം? എന്തെങ്കിലും പഠനമുണ്ടോ? ഞാൻ സാറിൻ്റെ ചോദിക്കട്ടെ, ഇത് നമ്മുടെ പ്രേക്ഷകരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയല്ല. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിവനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ് പറയുന്നത്? ട്രീറ്റ്മെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ട് മരണപ്പെടാം. റിപ്പോർട്ട് എന്തായിരിക്കും? പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. ഇപ്പോൾ ആൻറ്റിവനത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഡെത്ത് വരെ. ഇപ്പോൾ ആൻറ്റിവനം എന്നുള്ള സാധനം നമുക്ക് പെട്ടെന്ന് അർത്ഥം കൊടുക്കുമ്പോൾ നമുക്കറിയാലോ, സാറിന് ഇത്രയും എഡ്യൂക്കേറ്റഡായ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ വികസനമായ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ചേര കടിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ചേര, നോൺ വെനമസായ ചേര കടിച്ചിട്ട് ആൻറ്റിവനം കൊടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാമോ സാറിന്? കാർഡിയക് അറസ്റ്റ് വരും. അത് വെനമില്ലാത്ത ആളിനാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് അപകടമല്ലേ? അതായത് ഇവിടെ തിരുവനന്തപുരത്തിന് നാഗത്താനെന്ന് അറിയപ്പെടുന്ന ഒരു വെനമില്ലാത്ത പാമ്പ് അടിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തിന് അടുത്തൊരു ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ ചേര കുഞ്ഞു എടുത്തിട്ട് കടിച്ചിട്ട് ആൻറ്റിവനം കൊടുത്തു. ഇനി പ്രൈവറ്റ് ആണ്ട് കൊടുത്തിട്ട് ഇനി പൈസ ഈടാക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുന്നതാണെന്ന് അറിയില്ല. ഇത് 10 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൈസ ചാർജില്ല. 5000 രൂപ ഒരു ആൻറ്റിവനത്തിന് ചാർജുണ്ട്. ഗവൺമെൻറ്റിൽ ഫ്രീ ആണ്. ഇപ്പോൾ അതുപോലെ നമുക്കൊരു ഏറ്റവും വലിയ പ്രത്യേകത, സാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. പാമ്പ് കടിയേറ്റാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു കാരണവശാലും ഒരു ആംബുലൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏത് വാഹനമാണ് നമുക്ക് കിട്ടുന്നത് ആ വാഹനത്തിൽ നമുക്ക് ആൻറ്റിവനം ചെയ്യാൻ കഴിവുള്ള ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനമാണ് മെഡിക്കൽ കോളേജ്. പ്രത്യേക സമയത്ത് എത്തിച്ചാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അടുത്തുള്ള നേഴ്സിംഗ് ഹോമിലൊക്കെ കൊണ്ടുപോയി, വൈദ്യൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൂടുതലായി 1 മണിക്കൂറിന് മുന്നെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇവർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ലേറ്റായി ഇവിടെ കൊണ്ടുവരുന്നതുകൊണ്ട് ഡെത്ത് കൂടുതൽ വരുന്നത്. ഇത് കൃത്യസമയത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവനം ഉണ്ട്. പക്ഷേ ആൻറ്റിവനം ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരില്ല നൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആൻറ്റിവനം മാത്രം വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു മൂർഖൻ പാമ്പിൻ്റെ കടി, കോബ്ര ബൈറ്റ് കിട്ടിയ ആളിന് ഇൻറ്റിബേറ്റ് ചെയ്യണം. ഇൻറ്റിബേറ്റ് ചെയ്താൽ അദ്ദേഹം ഇപ്പോൾ കൃത്യമായി ശ്വാസം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ശ്വാസത്തോടെ അനുഭവപ്പെടുന്നു. പെട്ടെന്ന് ശ്വാസം കൊടുക്കാൻ പറ്റിയ 50 അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. 50-70 വരെ അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. പിന്നെ 30 മരുന്നിന് സ്ഥാനമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആൻറ്റിവനം കൊടുക്കുന്ന സ്ഥലത്ത് നമുക്ക് വെന്റിലേറ്റർ വേണം. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ ഇല്ല. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അണലി പിടിച്ച ആളിനെ അവിടെ അഡ്മിറ്റ് ചെയ്തതിൽ അവിടെ നമുക്ക് എന്താ പറയുക, അവിടെ അണലി പിടിച്ചു നമുക്ക് കുറച്ച് നേരം നമുക്ക് മൂത്ര തടസ്സമൊക്കെ അനുഭവപ്പെടാം. അപ്പോൾ നമുക്ക് ഡയാലിസിസിന് വേണ്ടി പിന്നീട് അപ്പോൾ നമുക്ക് അവിടെ സംവിധാനമില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനും മെഡിക്കൽ കോളേജിനെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കടി കിട്ടിയാൽ പ്രാഥമിക ശുശ്രൂഷ ചെയ്തതിന് ശേഷം, അതായത് പ്രാഥമിക ശുശ്രൂഷ ഇരിക്കുക വെള്ളം കൊടുക്കുക എന്നല്ല, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കടി കിട്ടിയാണ് ആ മെൻ്റൽ ടെൻഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക. ഒന്നുമില്ല ഒരു കുഴപ്പമില്ല, രാജവെമ്പാലനെ കടിച്ചു, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, രാജവെമ്പാലനെ കടിച്ചു, ചേരയാണ്, ധൈര്യമായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് അദ്ദേഹത്തിന് ഇരുത്തിയതിന് ശേഷം നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ. പിന്നെ നമുക്കിവിടെ ഈ കോട്ടയത്തിൽ അമ്മ ഒരു മോക്ക് കമ്പടി ഇട്ടപ്പോൾ അമ്മ തേരിയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി ചാടിയാണ് താഴെ വരുന്നത്. ആ താഴെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കുഞ്ഞിന് കുലുങ്ങുകയാണ്. ഈ വൈബ്രേഷൻ കൊണ്ട് കുഞ്ഞിന് സർക്കുലേഷൻ കൂടും. അപ്പോൾ പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്തെല്ലാം മെനവെത്തും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.